തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയൊരു സമരമാണ്. ഒരു 10 വർഷക്കാലങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഒരു സമര പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ളൊരു ഒരു സംഘടന സമരത്തിലേക്ക് വരികയാണ്. തിരുവനന്തപുരം ഡിവൈഎഫ്ഐ ഈസ് ബാക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുഴുവരിച്ചൊരു സംഭവം. ആരോഗ്യ മേഖല മുഴുവൻ തകരുന്നേ തകരുന്നേ എന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ജനഹൃദയങ്ങളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനമായിട്ട് ഡിവൈഎഫ്ഐ കടന്നു വരികയാണ്. ഈ ഡിവൈഎഫ്ഐ കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഇവർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പുഴുവരിക്കുന്നേ ആരോഗ്യ മേഖല പുഴുവരിക്കുന്നേ എന്ന് മുദ്രാവാക്യം വിളിച്ചു വന്നപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിങ് തകർന്നു വീണത് നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ ഈ ഒരു പ്രകടനത്തെ, ഈ വലിയ പ്രതിഷേധത്തെ എങ്ങനെ കാണുന്നു? അതായത് കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യ മേഖലയുടെ കുത്തഴിഞ്ഞ ഒരവസ്ഥയിൽ ഈ ഡിവൈഎഫ്ഐയുടെ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ ആ ഒരു ABVP 2 യുവജന സംഘടനകളും അതുപോലുള്ള പാർട്ടികളുമായിരുന്നു ഈ ആരോഗ്യ മേഖലയ്ക്ക് എതിരെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സജീവമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ഹീറോകളായ ഡിവൈഎഫ്ഐയുടെ. അതെ, ഒരു ഹീറോയുടെ കംബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രതിഷേധത്തെ പറയാം. കാരണം ഞാൻ നോക്കിയപ്പോൾ വിഷ്വലില് ഒരു പോലീസിന്റെ ബാരിക്കേഡൊക്കെ 2 കാല് വെച്ച് ചവിട്ടി പൊളിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ഞങ്ങൾ എന്താണ് സംഭവം നോക്കിയപ്പോൾ ആരോഗ്യ മേഖലയെ കുത്തഴിഞ്ഞ് കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ മാർച്ച്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ കുറച്ച് വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ കുറച്ച് മാസം മുമ്പ് വരെ ഇവരുടെ തന്നെ മന്ത്രിയായിരുന്നില്ലേ ആരോഗ്യമന്ത്രി, ഇവർക്കെതിരെ ഒന്നും ഒരു വാക്ക് പോലും പറയാത്തത് എന്തേ ഡിവൈഎഫ്ഐ? അല്ലെ, ഇതിന് മുമ്പിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനു മുമ്പിട്ടാണ് ആശുപത്രിയുടെ പേരെഴുതി വെച്ചിട്ട് ഒരാള് അതിനുശേഷം പേര് വാട്സപ്പിൽ പറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് ചികിത്സ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരാളുടെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നിരുന്നു. അദ്ദേഹം മരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടാണ്. ഹാരിസ് ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ ഒരഭിപ്രായ പ്രകടനമെങ്കിലും ഡിവൈഎഫ്ഐ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ സംഘടന ജെന്യുവിനാണ് എന്ന്. ഇതിലും വലിയ നാടകം, ഇതിലും വലിയ അപഹാസ്യത വേറെ എന്താണുള്ളത്? സ്വജനപക്ഷപാതത്തിന്റെ ഏറ്റവും വലിയൊരു മുഖമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ SFI ആയാലും. അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10-12 ദിവസമായിട്ടേ ഉള്ളൂ അടുത്തൊരു UDFന്റെ മന്ത്രിസഭ അധികാരത്തിന് വേറ്റിയിട്ട്. വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ഇന്ന് ജൂൺ 2 മാത്രമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ മെയ് 4-നാണ് ഇലക്ഷൻ കഴിയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? മന്ത്രിസഭ വന്നിട്ട് എത്ര ദിവസമായി? ഇതിനെല്ലാം ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും 10-12 ദിവസം കൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എടുത്തു പറയാൻ കഴിയുന്ന മാറ്റങ്ങളാണ്. ഇന്നലെ മുരളീധരൻ അദ്ദേഹത്തിന്റെ നയങ്ങളിൽ പല മാറ്റങ്ങളും വരുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യൂയിങ് സിസ്റ്റം തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ കാര്യത്തിലും OP ഡിജിറ്റലൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന രോഗികൾ മരുന്ന് വാങ്ങിക്കണമെങ്കിൽ രോഗികൾ തന്നെ വരണം, കൂടെ ഉള്ളവരൊന്നും വന്നാൽ മരുന്ന് കൊടുക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ചെഴുതി. 6 മാസത്തേക്കിനായിരിക്കും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ ഇത് കൊടുക്കുന്നത്. പക്ഷേ ഓരോ മാസവും രോഗി വരേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. രാത്രി 8 മണി കഴിഞ്ഞ് ലാബ്, 8 മണി കഴിഞ്ഞിട്ട് ലാബില് കൂടെ ഇരിക്കുന്ന ആരും ഓടണ്ട. കാരണം ഈ ലാബുകളുടെ കാര്യത്തില് സ്വകാര്യ ലാബുകൾ ഏറ്റവും കൂടുതൽ, അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അടുത്ത് ഏറ്റവും കൂടുതലുള്ളത് സ്വകാര്യ ലാബ്. ഇതിനകത്ത് മറ്റൊരു കാര്യം, സർക്കാർ ലാബുകളില്ല. അല്ല, ഇതിനകത്താണെങ്കിലും പണിയെടുക്കുന്ന ലാബുകളും പണിയില്ലാത്ത ലാബുകളും ഉണ്ട്. അപ്പൊ ഇത് കണ്ടെത്തി കൃത്യമായിട്ട് ഏതൊക്കെ ലാബുകളാണ് പണിയെടുക്കാതെ കാശ് വാങ്ങിക്കുന്നത് എന്നറിയാനുള്ള ഒരു വഴിയും കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐക്കാർ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ മന്ത്രിസഭയിൽ ഇപ്പോഴും ഏറ്റവും വലിയ വിഷയം എന്താണ്? ആരോഗ്യമന്ത്രി മത്സരിക്കുന്ന സമയത്ത് വയറ്റിൽ കത്രിക കുടുങ്ങിയൊരു സ്ത്രീ വന്നിരുന്നു, ഹർഷന. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ആറന്മുളയ്ക്ക് അവരുടെ അനുഭവം തുറന്നു പറയാൻ വേണ്ടിയിട്ട്. ഒരു ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ നശിപ്പിച്ച്, ഇത് സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ആണ് സാർ, സിസ്റ്റം ഫ്ലോപ്പാണ് സാർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. അന്ന് ആരോഗ്യമന്ത്രിക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയുന്ന സംഘടനയായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇവരുടെ ഉള്ളിലെ ഉദ്ദേശശുദ്ധി. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഈ വിഷയം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ
ഒരു വലിയൊരു ജാഥയാണ് പൊട്ടിപ്പുറത്തിട്ട്. മുരളീധരൻ ഇതിനു മുമ്പിട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ചെയ്ത ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും, എന്താണ് സംഭവിക്കുമെന്ന് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചു. ഇതിൽ കൂടുതൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും പ്രതിഷേധവുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് മാത്രമല്ല, പാർട്ടി സപ്പോർട്ട് ചാനലിലെ ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭവങ്ങൾ. അതല്ലാതെ പല കാര്യങ്ങളും പുറത്തു നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് മാത്രം ഈ പ്രൊജക്ട് ചെയ്ത് അതിനെ ഏറ്റവും കൂടുതൽ എങ്ങനെ വഷളാക്കാന്നുള്ളൊരു ഗവേഷണം പാർട്ടി ചാനലുകൾ. പക്ഷേ ഈ ഡിവൈഎഫ്ഐക്കാരും CPM-കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല. നിങ്ങൾ 5 വർഷം ഭരിച്ചതിന്റെ പരിണിത ഫലമാണ്. നിങ്ങൾ ഇറങ്ങി പിറ്റേ ദിവസം ഇത്തരത്തിലുള്ള സംഭവം നടക്കുകയാണെങ്കിൽ അത് അന്ന് വന്നവന്റെ തലക്കല്ല ഇടേണ്ടത്. അത് നിങ്ങളുടെ കുഴപ്പമാണ് സാർ. 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു. ഈ സിസ്റ്റം ഫ്ലോപ്പായിരുന്നു. ഈ സിസ്റ്റത്തിൽ പിഴവുകൾ ഉണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ 5 കൊല്ലം കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രതിപക്ഷം അധികാരത്തിലേക്ക് വന്ന് 2ാമത്തെ ദിവസം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടും ഇങ്ങനെ തന്നെ അല്ലേ എന്ന് പറയുന്നതിൽ എന്ത് മാന്യതയാണുള്ളത്? ഇപ്പോ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു 6 മാസത്തിന് ശേഷമാണ് ഇത് പറയുന്നതെങ്കിൽ ശരി, നമുക്ക് പറയാം ഈ സർക്കാർ വന്നിട്ടും 6 മാസമായിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല. ഒരു മാസമോ ഒരു 10, 12, 15 ദിവസമായിട്ടുള്ള മന്ത്രിസഭ ഇതാക്കിയിട്ട് ഇന്ന് 1ാം മന്ത്രിസഭ 16ാം നിയമസഭയിലെ 1ാം നിയമസഭ കൂടിയതേ ഉള്ളൂ. നിയമസഭ കൂടി ചർച്ച ചെയ്യാതെ എന്തെങ്കിലും മാറ്റങ്ങൾ എവിടെയെങ്കിലും വരുത്താൻ കഴിയുമോ? മാറ്റാൻ കഴിയുന്ന ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പദ്ധതികൾ അനുവദിച്ച് പണം അനുവദിച്ച് പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. അവർക്ക് ആ സമയം കൊടുക്കൂ. അത്ര അതായത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഇനി CPM-ന്റെ അജണ്ട എന്ന് പറയുന്നത് ചെറിയൊരു സംഭവം ഉണ്ടായാൽ പോലും പ്രതിഷേധവുമായിട്ട് ഇറങ്ങുക. ഇങ്ങനെ പോകുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കൃത്യമായിട്ട് ഇതിനെ എല്ലാം പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി പുതിയ ഡെവലപ്മെന്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ 6 മാസം ഇത്തരത്തിൽ ഇപ്പോൾ ഈ 10-12 ദിവസം ഉണ്ടായ മുരളീധരൻ വന്നതിന് ശേഷം ആരോഗ്യ മേഖല ഉണ്ടായ മാറ്റം ഇത് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ, ഇത് മന്ത്രിസഭയിലെ മുഴുവൻ ആളുകൾക്കും കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ പ്രതിഷേധങ്ങൾ ഇല്ലാത്തൊരു നാടായിട്ട് മാറും. അവസാനം നിങ്ങൾ എന്തിനാ അത് നടത്തി എന്ന് ചോദിച്ചതിന്റെ പേരിൽ ഇവിടെ പ്രതിഷേധം നടത്തേണ്ടി വരും. CPM-നെ സംബന്ധിച്ച് CPM അങ്ങനെയാണല്ലോ, പുതിയൊരു പദ്ധതി വരുമ്പോഴായിരിക്കും അവർ സമരമായിട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്? ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് എത്ര ലാഭം എന്താണ്? ഈ പദ്ധതി ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശശുദ്ധി ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് പണം കിട്ടുമല്ലോ. ഇതൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കാൻ പോകുന്നത്. കാരണം കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലാത്ത സംവിധാനമായിട്ട് ഇവിടുത്തെ CPM വെറും പൊള്ളയായിട്ട് CPM മാറുന്നൊരു കാലഘട്ടമാണ്. കാരണം ഈ 5 കൊല്ലം ഈ 10 കൊല്ലക്കാലം കൊണ്ട് ഇവരാണ് ഭരിച്ചത്. ഇവരാണ് ഈ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഘടനയായിട്ട് DYFI മാറിയിട്ടുണ്ട്. ഇത് വെറും നാണക്കേട് മാത്രമാണ്. KK ശൈലജയ്ക്ക് ഒരു പിന്മുറക്കാരിയായിട്ടാണ് വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയായിട്ട് നിയോഗിച്ചത്. പക്ഷേ ഒരു 1-2 വർഷത്തിന് ശേഷം മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു പകുതി, അതായത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേ കാര്യം മനസ്സിലായി, ഈ ഒരു ആരോഗ്യ മേഖല ഈ ഒരു മന്ത്രിയെ കൊണ്ട് നീക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോഴേ ഈ DYFI പോലുള്ള സംഘടനകളുടെ വോയിസ് അവിടെ നഷ്ടപ്പെട്ടു. അവർക്കെതിരെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയന്ന് ഒരു വാക്കുപോലും മിണ്ടാതെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അടങ്ങി കഴിഞ്ഞവരുടെ ഒരു ആത്മരോഷമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ. ഇവരുടെ ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, CPM പ്രതിരോധത്തിലാകുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ DYFI പറയും ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്ക് CPM-ആയിട്ടൊരു ബന്ധവുമില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് CPM-ആയിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളെ സ്വതന്ത്രമാക്കി വിടൂ, ഞങ്ങളെ എന്തിനാണ് അവരുടെ വാലിൽ കോർത്തിണക്കുന്നത് എന്ന് ചോദിച്ചത് ഇവിടുത്തെ DYFI-യും SFI-യും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ സ്വതന്ത്ര സംഘടനകൾ സമരവുമായിട്ട് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സമരത്തിനൊരു ഔചിത്യം വേണം.